അപ്പോൾ സുഹൃത്തുക്കളെ നമസ്കാരം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കല്ലാങ്കുഴിയാണ്. ഒരു ഓട്ടം പോകുന്നതാണ്. അപ്പോൾ കല്ലാങ്കുഴി കേൾക്കുമ്പോൾ തന്നെ ശരിക്കും മനസ്സിലൊരു ഭീതിയാണ്, പേടിയാണ്. കാരണം പഴയ ആ ഓർമ്മകളൊന്നും നമ്മുടെ കേരളത്തിലെ ആളുകൾ മറന്നിട്ടില്ല. നമ്മുടെ നാടിൻ്റെ ഒരു അയൽവാസിയും കൂടിയാണ് ഈ കല്ലാങ്കുഴി പറഞ്ഞത്. കാഞ്ഞിരപ്പുഴ കല്ലാങ്കുഴി എന്ന് പറഞ്ഞാൽ ശരിക്കും ഉള്ളിലേക്ക് അങ്ങോട്ട് പോകണം. എന്നാലും കല്ലാങ്കുഴി എന്ന് പറയുമ്പോൾ മനസ്സിലൊരു പേടിയാണ്. നമ്മുടെ ഇടതുവശത്ത് എൻ്റെ ഒരു സ്കൂളൊക്കെ ഉണ്ട്. ഞാൻ ഈ വഴി വന്നിട്ടുണ്ട്, ഇതായിട്ട് കാണിച്ചിട്ടുണ്ടാവും തീർച്ചയായിട്ടും. അത് ഏറ്റവും അടിയിലാവും. അപ്പോൾ രാവിലെ മണ്ണാർക്കാട് നല്ല മഴയായിരുന്നു. മണ്ണാർക്കാട് നല്ല മൊത്തത്തിൽ നല്ല മഴയായിരുന്നു. രാവിലെ പോയപ്പോൾ മഴ തോർന്ന് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ചെല്ലുന്നത്. അപ്പോൾ രാവിലെ ഈ ആളുകൾക്ക് പണിക്കൊന്നും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. മഴ പെയ്യുമ്പം തന്നെ ആളുകൾ ഭയങ്കര മടിയാവും. പിന്നെ പണിക്ക് പോകാൻ ഇൻട്രസ്റ്റ്പ്പെട്ട ആൾക്കാരും കൂടി അവർ പണിക്ക് പോവില്ല. അപ്പോൾ ഒന്ന് ബലിതർപ്പണമൊക്കെ ആയിട്ട് കർക്കിടക വാവല്ലേ. അപ്പോൾ ഇന്ന് എല്ലാം പൊതു അവധിയാണ്. ശരിക്കും മൊത്തത്തിൽ എല്ലാ ഓഫീസും എല്ലാതും പൊതു അവധിയാണ്. അപ്പോൾ അതുകൊണ്ട് ആളുകളില്ല കേട്ടോ, മണ്ണാർക്കാട് എന്ന് മാത്രമല്ല മൊത്തത്തിൽ. അപ്പോൾ പറയുന്നതെന്താ വെച്ച് കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ സ്ഥിരം പറഞ്ഞ തന്നെ പറയാമെന്നല്ല, നമ്മുടെ VS അച്യുതാനന്ദൻ യാത്രയായി. പക്ഷേ ഞാൻ പ്രത്യേകം പറയുന്നത്, രണ്ട് കാട്ടാളന്മാർ, നീചന്മാർ, മനുഷ്യത്വരഹിതമല്ലാത്ത രണ്ട് ആളുകളുണ്ട് നമ്മുടെ മാധ്യമങ്ങളിൽ. അപ്പോൾ അവർ വാർത്ത വായിച്ചത് എങ്ങനെയെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ അത് നാക്ക് പിഴയൊന്നുമല്ല. ശ്രീകണ്ഠൻ നായരും അരുൺകുമാറും, ഡോക്ടർ അരുൺകുമാർ, ഈ ഡോക്ടറേറ്റ് എന്തിന് കിട്ടിയെന്ന് എനിക്കറിയില്ല. ആ മൂപ്പര് പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും, അറിഞ്ഞിട്ടുണ്ടാവും. അതിനെതിരെ നമ്മൾ പ്രതികരിച്ചിട്ടുണ്ടാവും തീർച്ചയായിട്ടും. അത് ഒരിക്കലും ആ രണ്ടാളുടെ കയ്യിൽ നിന്ന് ഒരേ സമയം നാക്ക് പിഴക്കില്ല, ഉറപ്പായിട്ട് ഞാൻ പറയാം. അത് അവരുടെ ചാനലിൻ്റെ റീച്ചിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടാവും തീർച്ചയായിട്ടും. പറഞ്ഞിരിക്കാവും, മനഃപൂർവ്വം പറഞ്ഞിരിക്കണത്. അപ്പം അങ്ങനെ ശ്രീകണ്ഠൻ നായർ എത്ര വട്ടം ഇങ്ങനെ വാക്കുകൾ തെറ്റിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും മാപ്പ് പറഞ്ഞിട്ടില്ല ഒരിക്കലും. പിന്നെ VS അച്യുതാനന്ദൻ അതിൻ്റെ വിലാപയാത്രയിൽ അരുൺകുമാർ മെഴുകുതിരിയോളം വരില്ല, ഉണ്ണിയാളച്ചനെ പോലെ ആവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുമാതിരി നീചമായ അത്. കാരണം ഞാൻ ഡോക്ടർ അരുൺകുമാർ മൊട്ടച്ചേട്ട, ഞാനൊരു കാര്യം നിങ്ങൾക്ക് പറയട്ടെ. ഈ ഉമ്മൻചാണ്ടി സാറ് നിങ്ങളുടെ ജനഹൃദയത്തിലേക്കാണ് കയറിയത്. അത് നിങ്ങളെപ്പോഴും മനസ്സിലാക്കണം. അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ് കൊണ്ട് മാത്രമാണ് അത്രയും ആളുകൾ അദ്ദേഹത്തിനെ ഇപ്പോഴും ഓർമ്മിക്കണേ. ഈ ഞാനടക്കം ഇപ്പോഴും ഈ ഓരോ യാത്രയിലും ഞാൻ ചിലപ്പോൾ നിങ്ങളുടെ ഈ ഊള വാർത്തകൾ കേൾക്കുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഒരു വൃത്തികെട്ട ചാനലിൽ, അതായത് എന്താണോ നിങ്ങൾക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്നത് അത് എത്തിക്കാതെ നെഗറ്റീവായിട്ടുള്ള വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിച്ചിട്ട് അവരെയും കൂടി മാനസികമായിട്ട് തളർത്തുക എന്നുള്ളൊരു ഒറ്റ ലക്ഷ്യമാണ് നിങ്ങൾക്ക്. അത് എന്നോ ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്. അപ്പോൾ ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞത് അദ്ദേഹം സ്വന്തമായിട്ട് എടുത്ത നിലപാടിലൂടെയാണ് ഈ ജനങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ കൂടിയത്. അല്ലാതെ വാടകയ്ക്ക് പൈസ കൊടുത്തിട്ടോ ഇല്ലെങ്കിൽ ബംഗാളികളെ വിളിച്ചിട്ടോ ഒന്നുമല്ല. സ്വന്തമായിട്ട് സ്വയമായിട്ട് അദ്ദേഹം നേടിയെടുത്തൊരു വിശ്വാസമാണ് ജനങ്ങളിൽ ഇപ്പോഴുള്ളത്. അതുകൊണ്ട് അവിടെ പോയി മെഴുകുതിരി കത്തിക്കും, ചിലപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കും, അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം ചിലപ്പോൾ ചിലവഴിക്കും. അത് അവർക്ക് വലിയ സന്തോഷമാണത്. അതിന് നിങ്ങളെന്തിനാണ് മൂലക്കുരു തള്ളണത്? ഞാൻ പ്രത്യേകം എനിക്ക് ദേഷ്യം വരിക ചില സമയത്തൊക്കെ. നിങ്ങൾ ഒരു കാര്യം ഞാൻ അറിയണ്ടായി, പക്ഷെ അതൊന്നും നിങ്ങൾ ചാനലിൽ വിട്ടിട്ടില്ല. നിങ്ങളുടെ റിപ്പോർട്ടറിന് പനിയോ അതേമാതിരി കൈ ഒടിഞ്ഞിട്ടോ അങ്ങനെ എന്തൊക്കെ ആയിട്ട്, കൈ ഇപ്പോഴല്ലേ ഒടിഞ്ഞത്, ലീവ് തരില്ല എന്ന് പറഞ്ഞിട്ട് ഒരു റിപ്പോർട്ടറിനെ നിങ്ങൾ അധിക്ഷേപിച്ച് വിട്ടിട്ട് അവർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയുണ്ടായി.
അപ്പോൾ അത് എന്ത് മറ്റടുത്ത പരിപാടിയാണെന്ന് ഞാൻ ചോദിക്കുന്നത്. കാരണം നിങ്ങളും മനുഷ്യനാണ്. നാളെ നിങ്ങളിങ്ങനെ കുറച്ച് മോട്ടിവേഷൻ തരാറുണ്ടല്ലോ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളിത് അറിയുക, നിങ്ങളിത് കാണുക, നിങ്ങളിത് അങ്ങനെയാക്കുക, നിങ്ങൾ ഇങ്ങനെയാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര മോട്ടിവേഷൻ തരാറുണ്ട്. നിങ്ങൾ ചിലപ്പോൾ എന്ത് കോഫി വിത്ത് തരണോ? നിങ്ങൾ കോഫിയും കുടിക്കണില്ല, നിങ്ങൾ ഒന്നും കുടിക്കണില്ല. ഞാൻ ചിലപ്പോൾ പറഞ്ഞാൽ അധികമാവും. അപ്പോൾ നിങ്ങൾ ജനഹൃദയങ്ങളിൽ ഉള്ള ആളുകളെ നിങ്ങൾ അവരെ പറഞ്ഞ് തമ്മിലടുപ്പിക്കരുത്. അപ്പോൾ നമ്മൾ മെയിൻ റോഡായ കാഞ്ഞിരപ്പുഴ മണ്ണാർക്കാട് റോഡിലെത്തി. അപ്പോൾ അതേപോലെ തന്നെയാണ് എന്താണ് ശ്രീകണ്ഠൻ നായരും പറഞ്ഞത്. അത് മൂപ്പര് മനഃപൂർവ്വം പറഞ്ഞാണ്. പിന്നെ അവസാനം മൂപ്പര് മാപ്പ് പറയുമ്പോൾ അതിലൊരു വാചകം പറയുന്നുണ്ട്, മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങൾ ഈ പരിപാടി അവസാനിപ്പിക്കണമെന്ന്. അതിൻ്റെ അർത്ഥം എന്താണ് മലയാളികളെങ്ങനെ മനസ്സിലാക്കിയെന്ന് അറിയില്ല. പക്ഷെ മൂപ്പര് കറക്റ്റായിട്ട് പറഞ്ഞാൽ എന്താ അറിയോ? മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങൾ ഈ പരിപാടി അവസാനിപ്പിക്കണം. അതായത് നിങ്ങൾ ഈ പാർട്ടി എന്നുള്ള അല്ലെങ്കിൽ നിങ്ങൾ ഈ പ്രസ്ഥാനം നിങ്ങൾ നിർത്തണം എന്നാണ് പറഞ്ഞത്. മൂപ്പര് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. എന്നിട്ട് മൂപ്പര് ചിരിക്കലും കൂടിയുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവോ ഇല്ലേ എന്നൊക്കെ അറിയില്ല, പക്ഷെ ഞാൻ ശ്രദ്ധിച്ചു. അപ്പോൾ കുറേ ആളുകൾ ഇതിനെതിരെ, പ്രത്യേകിച്ച് UDF-ന്റെ ആൾക്കാരല്ലേ വരിക. കാരണം രക്തത്തെ തൊട്ടാലേ തിരിച്ചറിയാം. അപ്പോൾ ഞാനിപ്പോൾ രക്തം തൊട്ടുക അല്ലെങ്കിൽ രക്തം തൊടാതിരിക്കുക എന്നുള്ളതല്ല. VS അച്യുതാനന്ദനെ കുറിച്ചിട്ടും ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ചിട്ടും പറഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും പൊള്ളി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരാൾ റിപ്പോർട്ടർ ചാനലിൻ്റെ അടുത്ത് പറയുന്നുണ്ട് VS പോയി കഴിഞ്ഞാൽ അവസാനത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ പോയിന്ന്. അപ്പോൾ ഞാനിതല്ല, കുറേ ആളുകൾ ചോദിച്ചിട്ടുണ്ടാവും ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള ആൾക്കാരെ ഇനി അവസാനത്തെ കമ്മ്യൂണിസ്റ്റുകാരന് പോയി എന്നുള്ളത് പറയണ്ട അയാൾ. അപ്പോൾ ഈ വലിയൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ സ്വന്തമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ ഈ പാർട്ടിക്ക് കഴിയുന്നില്ല എന്നാണ് അവർ ചോദിക്കുന്നത്. അത് ന്യായമായ ചോദ്യമാണ് ശരിക്കും പറഞ്ഞാൽ. എന്താണ് ചോദിക്കണേ കൊണ്ട് എന്താണ് മടി? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇനി ഇല്ല എന്നാണ് മൊത്തത്തിലുള്ളൊരു അറിവ് വരുന്നത് നമുക്ക്. അത് നല്ലൊരു കാര്യമാണത്. പിന്നെ ഞാൻ വേറൊന്നും വേദനയോടുകൂടി പറയട്ടെ, ഞാൻ TV-യിൽ കാണുക എന്നല്ല, ന്യൂസിൽ കാണുക എന്നല്ലാതെ VS അച്യുതാനന്ദനെ നേരിട്ട് കണ്ടിട്ടില്ല. അതിൻ്റെ ഭാഗ്യം എനിക്ക് കിട്ടില്ല. മൊത്തത്തിലുള്ള കാര്യം പറഞ്ഞ് ലൈഫ് തന്നെ കോഞ്ഞാട്ടേക്കാണ്. അപ്പോൾ പിണറായി വിജയൻ എന്ന് പറയുന്ന ആൾ അവിടെ ചേതനേറ്റ് കിടക്കുന്ന 3 ദിവസത്തോളമായിട്ട് അവസാനം ആ തമിഴ്നാട്ടിലേക്ക് പോകുമ്പോൾ പിണറായി വിജയൻ ചെയ്ത പരിപാടി നിങ്ങൾ കണ്ടോ? ഒന്ന് നോക്കുക പോലും ചെയ്യാതെയാണ് മൂപ്പര് നടന്നു പോയത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം, അയാൾ ഈ ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ തിരഞ്ഞെടുത്ത മന്ത്രിയാണ് എന്നുള്ളൊരു ഏതൊരു മനസാക്ഷിനെ ഒന്ന് എന്താ പറയുക, ഒന്ന് കരളായി അലിയിപ്പിക്കുന്നോ അല്ലെങ്കിൽ നമ്മൾക്കൊരു എന്താ പറയുക ലജ്ജ തോന്നുന്നോ അങ്ങനെയുള്ളൊരു സ്വഭാവം മൂപ്പര് അവിടെ കാണിച്ചത്. ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് പിണറായി വിജയൻ എന്നുള്ള ആ വ്യക്തിയോട് വെറുപ്പ് തോന്നാണ്. ശരിക്കും പറയാം, വെറുപ്പ്. കാരണം അയാളൊന്നും ജനങ്ങളുടെ വ്യവസ്ഥകളും അവസ്ഥകളും ഒന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല. അയാൾക്ക് വേറെന്തൊക്കെയോ ചിന്തകളിലാണ് അയാൾ നമ്മളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട് നമ്മുടെ എല്ലാ അവകാശങ്ങളും അയാൾ സ്വന്തമായിട്ട് കൊണ്ടുപോയത്. ഞാൻ എൻ്റെ ഒരു ഇതിൽ പറയാട്ടോ. കാരണം എന്നാൽ VS അച്യുതാനന്ദൻ അങ്ങനെ ആയിരുന്നില്ല. സമരനായകൻ പുന്നപ്രയുടെ സ്വന്തം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ചെറുപ്പത്തിലൊക്കെ ഞാൻ കേട്ടാണ്. ഇപ്പോൾ അദ്ദേഹം മരിച്ചു പോയപ്പോഴാണ് കൂടുതൽ വിവരങ്ങൾ അങ്ങനെ അറിഞ്ഞു വരുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ കുഞ്ഞുഞ്ഞ്, നമ്മുടെ സ്വന്തം ഹൃദയത്തിൽ നിറഞ്ഞ ഉമ്മൻചാണ്ടി സാറ്, ഞാൻ എപ്പോഴും അദ്ദേഹത്തിനെ പറയുള്ളൂ. കാരണം അദ്ദേഹത്തിനെ മാത്രമെന്നല്ല, നമ്മൾ നല്ലത് ചെയ്യുമ്പോൾ, നന്മകൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നല്ലതല്ലേ പറയുള്ളൂ. നമ്മുടെ മനസ്സ്, നമ്മുടെ ചിന്തകൾ, നമ്മുടെ ബ്രെയിന് നമ്മുടെ നല്ലതിലേക്ക് നയിപ്പിക്കും. അല്ലാതെ മോശമുള്ള ആൾക്കാരെ മോശം തന്നെയല്ലേ പറയുള്ളൂ. എന്തായാലും അരുൺകുമാർ പറഞ്ഞത് ശരിയായില്ല.
ഇനി താൻ മാപ്പും കോപ്പും ഒന്നും പറയാൻ നിൽക്കണ്ട. അതേമാതിരി തന്നെയാണ് ശ്രീകണ്ഠൻ നായരും. നിങ്ങൾ രണ്ടുപേരും 24-ഉം റിപ്പോർട്ടറും പരസ്പരം വാദിച്ച് ചാനലിൽ റേറ്റിംഗ് കൂട്ടാൻ നിൽക്കുകയാണ്. അതാണ് ശരിക്കുള്ള കാര്യം. അതിൽ നിങ്ങൾക്ക് അമ്മ ചത്താലും അച്ഛൻ ചത്താലും പെങ്ങൾ പുഴയിൽ ചാടിയാലും ഇല്ലെങ്കിൽ അവിടെ രോഗി മരിച്ചാലും ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ചാനലിൻ്റെ റേറ്റിംഗ് കൂട്ടണം. ചാനലിൻ്റെ റേറ്റിംഗ് കൂട്ടിയിട്ട് നിങ്ങൾക്ക് അതുകൊണ്ട് സുഖമായിട്ട് കടന്നുറങ്ങണം. അതാണ്. പക്ഷെ പണ്ട് ഈ ശ്രീകണ്ഠൻ നായർ ഇങ്ങനെ ആയിരുന്നില്ല. പണ്ട് ആ ഏഷ്യാനെറ്റ് ന്യൂസിൽ വരുമ്പോൾ അങ്ങനെ ആയിരുന്നില്ല. അരുൺകുമാറും ഇങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ ഇതും ഞാൻ പറയുമ്പോൾ VS അച്യുതാനന്ദനും പിണറായിയും കൂടി തമ്മിലൊരു ചാനൽ പോര് എന്നുള്ള രീതിയിലാണ്. നിങ്ങളൊക്കെ എവിടെ കൊണ്ട് അവസാനിപ്പിക്കും എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഈ കേരളത്തിലെ ജനങ്ങൾ നട്ടം തിരിഞ്ഞ് പൊറുതി മുട്ടിക്കൊണ്ട് നടക്കുമ്പോൾ നിങ്ങൾ ഇമ്മാരി ഓരോ പൊന്നാര വർത്താനം പറഞ്ഞിട്ട് ആൾക്കാരിലേക്ക് കൂടുതൽ ആശങ്കയുടെ കാര്യമല്ല മൊത്തത്തിൽ. അപ്പോൾ നമ്മളങ്ങനെ വിയകൃഷി എത്തിയിട്ടോ. എന്താ പറയാൻ വരികയാണെങ്കിൽ മൊത്തം പറഞ്ഞ് ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റാത്ത കാര്യം കൂടി ചിലപ്പോൾ പറഞ്ഞു പോവും. കാരണം ഇവരാണിപ്പോൾ ശരിക്കും കേരളത്തിലെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് തോന്നുന്നുണ്ട്. പിന്നെ കുറേ നല്ല ചാനലുകളുണ്ട്. ഞാനിപ്പോൾ പേരെടുത്ത് പറയുന്നില്ല. പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനി അവർ വലിയ ആൾക്കാരാവും. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അത്യാവശ്യം സത്യസന്ധമായ വാർത്തകൾ അതിൽ കൊടുക്കുന്നുണ്ട്. ജനങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റിയത്, മനസ്സിലാക്കാൻ കഴിയണത്. അതിൽ നല്ല റിപ്പോർട്ടർമാരുണ്ട്. പക്ഷേ അവർ ഈ ചീഫ് എഡിറ്റർമാർ ചെയ്യുന്ന പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ അതിലേക്ക് തള്ളി വിടുകയാണ്. നീ അത് പോയി എടുക്ക്, നീ അത് പോയി പറ, നീ അങ്ങനെ പറ, നീ ഇങ്ങനെ പറ. കാരണം അവിടെ അപ്പോൾ അവർക്ക് ചാനൽ റേറ്റിംഗ് മാത്രമാണ് വേണ്ടത്. അല്ലാതെ അവിടെ മനുഷ്യൻ്റെ ബന്ധമോ നാളെ എനിക്കിതുപോലെ വരും എന്നുള്ളൊരു ചിന്തയിലല്ല അവർ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഓർക്കുക, ഞാനിപ്പോൾ ഇനി വരാൻ പോണ കാര്യങ്ങളും ഒന്നും ഞാൻ പറയുന്നില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കറക്റ്റായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ഇപ്പോൾ പുറത്തുള്ള രാജ്യത്തിൽ, പുറത്ത് സംസ്ഥാനത്തുള്ള വാർത്താമാധ്യമക്കാർ അവരെന്തൊക്കെ ജനങ്ങളിലേക്ക് പറഞ്ഞ് പരത്തുന്നുണ്ടോ? ഒരിക്കലുമില്ല. അവർ നെഗറ്റീവായിട്ട് പറയില്ല. കാരണം നെഗറ്റീവായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ചാനൽ ഉണ്ടാവില്ല എന്നതാണ്. പിന്നെ ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ ഈ മലയാളികൾ നെഗറ്റീവായി, കാരണം ഈ പറഞ്ഞ് ഞാനുണ്ട് കേട്ടോ. കാരണം നമ്മൾ ദിവസം ഇതിങ്ങനെ ഓരോ ആൾക്കാർ വാർത്തയിൽ പറയുന്ന പോലെ എൻ്റെ കുറ്റം ഓൻ്റെ അടുത്ത് പറയാം, ഓൻ്റെ കുറ്റം മറ്റാളെ അടുത്ത് പറയാം, ഞാൻ ഉണ്ടാകുമ്പോൾ എന്നെപ്പറ്റി അത് പറയാം, ഞാൻ ഇല്ലാത്തപ്പോൾ വേറെ പറയാം. അപ്പോൾ ഇതാവുമ്പോൾ നമുക്കത് സ്വയമായിട്ട് ശീലം വരും. അപ്പോൾ പിന്നെ അതിന് നമുക്ക് മാറാൻ പറ്റില്ല, മാറാനും കഴിയില്ല. എന്തായാലും എൻ്റെ കാഴ്ചപ്പാടിൽ അത് കുറച്ച് അധികമായി. തീർച്ചയായിട്ടും നമുക്കിപ്പോൾ ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ എന്നല്ല കേട്ടോ, ഇതിനേക്കാളിലും കൂടുതൽ നമുക്ക് പറയാം. പക്ഷേ അത് വേറെ നമുക്ക് പ്രശ്നം വരും. വേറെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ചാനലിൻ്റെ പ്രശ്നം വരും. നിങ്ങൾക്കത് തെറ്റ് പറഞ്ഞ് മാപ്പ് പറഞ്ഞ് ചെയ്യാനുള്ള എല്ലാ സിസ്റ്റങ്ങളും അതിലുണ്ട്. പക്ഷെ നമുക്ക് ആ സിസ്റ്റങ്ങളില്ല. പിന്നെ ഇനി എന്താണ് വരാൻ പോവുക എന്നൊന്നും എനിക്കറിയില്ല. കഴിഞ്ഞ ആഴ്ച ഒരു അമ്മയും മകളും, അമ്മയും കുട്ടിയും കൂടി പുഴയിൽ ചാടിയിട്ട് മരിച്ചു. അപ്പോൾ ഇന്നിപ്പോൾ അതിൻ്റെ കേസ് കൊണ്ട് വന്നിട്ടാണ് ഇവർ. അപ്പോൾ അവർ ശരിക്കും അതിൽ സത്യാവസ്ഥ എന്താണെന്ന് ഇവർ പറയുന്നില്ല. അപ്പോഴും ഇവർ ഭർത്തൃമാതാവായിട്ടുള്ള സംഭാഷണം ഇവർ പുറത്തുവിട്ടിക്കാണ്. എന്താണ് ശരിക്കും സത്യത്തിൽ ഉണ്ടായത്, എന്തിനു വേണ്ടിയിട്ടാണ് ആ കുട്ടി അല്ലെങ്കിൽ ആ സ്ത്രീ അങ്ങനെ ചാടിയത്, അതൊന്നും ഇവർ പറയുന്നില്ല കേട്ടോ.
അപ്പോൾ അതൊക്കെ അവരെ മാധ്യമ ധർമ്മത്തിൽ പെടുന്നതാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അവർക്ക് എന്തും വിളിച്ച് പറയാം. അത് കാണാനായിട്ട് കുറേ മലയാളികളും, ശരിക്കും പറഞ്ഞാൽ മലയാളികൾ അല്ലെങ്കിൽ ന്യൂസ് കാണുന്ന, നെഗറ്റീവായിട്ടുള്ള ന്യൂസ് കാണുന്ന ആളുകളെ ഞാൻ പറയുന്നത്. ഏതോ ഒരു ചാനലിൽ ഏതോ ഒരു മന്ത്രിക്ക് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഓർമ്മ വരുന്നില്ല എന്നല്ല, ഓർക്കുമ്പോൾ ഞാൻ എന്തായാലും പറയാം. അപ്പോൾ അവർ പറയാണ്, നിങ്ങളെ ജോലി തടസ്സപ്പെടുത്തരുത്, നിങ്ങൾ ജോലിക്ക് പോയിക്കോളുണ്ടോ, ഈ അതായത് ഈ വാർത്ത മാത്രം അല്ല നിങ്ങളുടെ ജീവിതം എന്നും കൂടി പറഞ്ഞിട്ട്. അപ്പോൾ അവരൊരു ഒരു കെയറിങ് എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ശരിയാണ്, നമുക്ക് ഈ വാർത്ത മാത്രമല്ല, വേറെയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് ശരിക്കും പറഞ്ഞാൽ. എന്തായാലും നാളെ നല്ലത് വരട്ടെ. ശരിക്കും വരികയൊന്നുമില്ല, അത് വേറെ കഥ. നമ്മളിങ്ങനെ നല്ലത് വരും എന്ന് പറഞ്ഞ് നടക്കുക എന്നല്ലാതെ നല്ലത് എവിടെയും വരില്ല, കേരളത്തിൽ പ്രത്യേകിച്ച് വരില്ല. ഈ കാരണഭൂതം പോയാൽ മാത്രമാണ് ഇനി നല്ല കാലം വരുള്ളൂ. അല്ലാതെ നമുക്ക് ഇനി ഒരിക്കലും നല്ല കാലം വരുമെന്ന് പ്രതീക്ഷിക്കേ വേണ്ട. അത്രയും ജനങ്ങൾ വെറുത്തുപോയി. കഷ്ടകാലം ഇങ്ങനെ വരിക. ഉണ്ടാവില്ല, ഒരു പ്രശ്നം കഴിഞ്ഞിട്ടുള്ളൂ പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ പിന്നാലെ പ്രശ്നങ്ങൾ മാത്രമൊന്നുമില്ല, പക്ഷെ പ്രശ്നങ്ങളില്ലാത്തവരാരുമില്ല. ഞാൻ സോറി പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം ന്യൂട്രാക്കിയല്ലേ സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പോഴത്തെ ഗിയറിൻ്റെ പൊസിഷൻ ശരിയല്ല. പെട്ടെന്ന് സ്റ്റാർട്ടാക്കിയപ്പോൾ ഗിയറിലായിരുന്നു, ആ വണ്ടിയൊക്കെ മുന്നിലേക്ക് ചാടി. അപ്പോൾ നമ്മൾ പൊതുവെ അറിയോ, നമ്മുടെ കസ്റ്റമറെ അടുത്ത് നമ്മളെ കയ്യിൽ തെറ്റ് പറ്റി കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും സോറി പറയണം, ക്ഷമാപണം നടത്തണം. അതിപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ അനിൽകുമാറും ശ്രീകണ്ഠൻ നായരും പറഞ്ഞ പോലെയില്ല, അത് അഭിനയത്തോടു കൂടിയുള്ള ക്ഷമാപണം. ഇത് അറിവോട് നമുക്ക് പറ്റിപ്പോയ ആ അബദ്ധം അവരുടെ അടുത്ത് പറയാം. അപ്പോൾ പറഞ്ഞിട്ടുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പിന്നീട് അത് ടെൻഷനും പ്രശ്നമൊന്നുമില്ല, പക്ഷേ നമുക്കുണ്ടാവില്ല ഒരു മാനസികമായിട്ടുള്ള പ്രശ്നം. അത് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഓരോ പ്രശ്നങ്ങൾ. പക്ഷെ ഞാൻ വേറൊന്നും കൂടി പറയട്ടെ, ഇന്നത്തെ ഒരു ദിവസത്തിൽ മുട്ടയ്ക്ക് വിളി കേട്ടിട്ടുണ്ടെങ്കിൽ അത് എന്താ പറയുക, വല്ലാത്തൊരു സൈബർ ആക്രമണം എന്ന് പറഞ്ഞാലും പോരാ, അത് അതിലും കൂടി വലിയ ആക്രമണമാവും. അപ്പോൾ ഇനിയെങ്കിലും അങ്ങനെ പറയാതിരിക്കുക രണ്ടുപേരും. ചാനൽ റേറ്റിംഗ് ഒക്കെ നിങ്ങൾക്ക് തന്നെ വരും, പക്ഷേ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നല്ല രീതിയിൽ ആളുകളെ അടുത്ത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാത്ത വിധത്തിൽ നിങ്ങൾ വാർത്ത കൊടുക്കുക. മനസ്സിലാക്കുന്ന രീതിയിൽ, എനർജി ആയിട്ടുള്ള രീതിയിൽ അവർക്ക് വാർത്ത കൊടുക്കണം. അല്ലെങ്കിൽ ഇതിനേക്കാളും കൂടിയ പ്രശ്നങ്ങൾ നമുക്ക് വരും.